ക്ലാസിന്റെ അധ്യാപികയായ ആൻജോ സിസ്റ്ററെ, പ്രിയപ്പെട്ട 12ാം ക്ലാസ്സിലെ അഭിജിത്ത്, ഡിക്സൺ, ജോബൽ, ജൂബിൻ, ജസ്റ്റിൻ, ഡയന, ദിയ, ഷെരിയ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട ചമാച്ചന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ, ഒത്തിരിയേറെ അഭിമാനത്തോടുകൂടിയും ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടിയും എന്നാൽ അല്പം വേദനയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അഭിമാനം എന്ന് പറയുന്നത് മണിക്കുളം എന്ന് പറയുന്ന ഇടവകയിൽ നല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിമാനത്തിന് കാരണമെന്ന് പറയുന്നത്. എൻ്റെ സന്തോഷത്തിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ അടുത്തറിഞ്ഞത് ഈ വിശ്വാസോത്സവത്തിലാണ്. 6 ദിവസങ്ങൾ നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരുന്നു. 6 ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ തൊട്ട് അടുത്ത് അറിയുകയായിരുന്നു. അറിഞ്ഞപ്പോഴെല്ലാം നിങ്ങളോട് സ്നേഹം കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാരണമെന്ന് പറയുന്നത്. അതും വലിപ്പം ചെറുപ്പമില്ലാതെ. അല്പം വേദനയുള്ളത് 12ാം ക്ലാസ്സുകാര് വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി പടിയിറങ്ങുന്നു എന്നുള്ളതാണ്. അത് പടിയിറങ്ങുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, വിശ്വാസം ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ആശംസയുമായിട്ട് ഞാൻ ഈ വേദിയിൽ ആയിരിക്കുവാൻ കാരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട 8 കുഞ്ഞുമക്കളെ, 12ാം ക്ലാസ് കഴിയുമ്പോൾ അധ്യാപകരുടെയും അച്ഛൻ്റെയും ചെമ്മാച്ചന്മാരുടെയും ഒക്കെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് ഏത് രീതിയിലും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഷാജി സാർ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒന്നും കേൾക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളെ ആ രീതിയിലാണ് പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അധ്യാപകരും ഓരോ കുഞ്ഞുങ്ങളെയും ഈശോയിലേക്ക് അടുപ്പിക്കുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ കേന്ദ്രീകൃതമായ ഒരു വേദപാഠത്തിനാണ് ഞങ്ങൾ എന്നും നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈശോ കേന്ദ്രീകൃതമായതുകൊണ്ടാണ് നിങ്ങളെ ദേവാലയത്തിലേക്കും ഇടവകയിലേക്കും വികാരിയച്ഛനിലേക്കും ഒക്കെ അടുപ്പിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. നല്ല ബന്ധങ്ങളാണ് എന്നും നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ വഴി നടത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലാണോ, ഭാരതത്തിന്റെ വിവിധ കോണുകളിലാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ അധ്യാപകർ പരിശീലിപ്പിച്ച ജീവിത ശൈലികൾ നിങ്ങൾ നല്ല രീതിയിൽ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കുന്നത് ഞങ്ങൾ ഓരോ അധ്യാപകരുമാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നല്ല ബന്ധങ്ങൾ ഇടവകയോട് ഉണ്ടാകട്ടെ. നല്ല ബന്ധങ്ങൾ വികാരിയച്ഛനോട് ഉണ്ടാകട്ടെ. വികാരിയച്ഛന്മാർ മാറി മാറി വന്നു കഴിഞ്ഞാൽ പോലും ദേവാലയത്തോടുള്ള നിങ്ങളുടെ ബന്ധം അത് ഈശോ അവിടെയുണ്ട്, ഈശോയിലേക്ക് അടുക്കുന്നതായിരിക്കട്ടെ. എൻ്റെ ഇടവകയുമായിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സൂക്ഷിക്കാം. അതുകൊണ്ട് വിശ്വാസ പരിശീലനം ഇടവക കേന്ദ്രീകൃതമാകുന്നത് ഈശോയിലേക്ക് അടുപ്പിക്കാനാണ്
മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, തരണം ചെയ്യാത്ത പ്രതിസന്ധികളുണ്ടെങ്കിൽ, ആത്മീയ ഒരു നേതൃത്വത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പറയും, ദിയാനീച്ചനെ വിളിക്കുവാൻ നിങ്ങൾ മറക്കരുത്. ഏത് രീതിയിലും നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. കാരണം നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ എവിടെ വരെ പോകും എന്നതിനെ പറ്റിയുള്ള ചിന്തയും എനിക്കുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവ്വം കടന്നു വരാം. എവിടെയാണ് എന്നുള്ളതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയുടെ എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇടവകയുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കൊന്നുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. നിങ്ങൾ ഈ സന്ദേശങ്ങളോട് കാണിച്ച തുറവയും സ്നേഹവും, ഇടവയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനോഭാവവും തുറന്നും എന്നും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും എന്ന് പറയുന്നത്. നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവരെ അതിഥി പരിശീലിപ്പിച്ച ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും ഞാൻ പ്രത്യേകമായി നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. കഠിനാധ്വാനം ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ പരിശീലന കാലത്തിൽ ഇവരെ വഴി നടത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെയുള്ള സന്ദേശ അധ്യാപകരെ നിർലോഭമായ സേവനങ്ങളെ സൂക്ഷിച്ചേക്ക് നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ത്യാഗം, വീട്ടിൽ ഒത്തിരിയേറെ തിരക്കുകൾ ഉണ്ടായിട്ട് പോലും, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ടായിട്ട് പോലും, വീട്ടിലെയും അല്ലാതെയുള്ള ജോലികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇടവകയോട് കാണിക്കുന്ന നല്ല മനോഭാവവും പുറമെയും എന്നും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഒപ്പം ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോഴും അധ്യാപകർക്ക് ലഭിക്കുന്ന വലിയ ഒരു നന്മ കൂടിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നന്മ എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതത്തിൽ അവർ പോലും അറിയാതെ അവർ ഒത്തിരിയേറെ വളർച്ച പ്രാപിക്കുന്നുണ്ട്. അവർ തന്നെ അറിയാതെ ഇടവകയെ സ്നേഹിക്കുന്നുണ്ട്. അവർ പോലും അറിയാതെ വിശ്വാസ ജീവിതത്തിൽ വളരുന്നുണ്ട്, ഇടവകയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിശ്വാസ പരിശീലകരായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ നന്മയും കൃപയും എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളോട് ആയിരിക്കുമ്പോൾ വീട്ടിലുള്ള ജോലി ഭാരങ്ങളെ കുറിച്ചോ ദൗത്യത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നും നിങ്ങളിൽ ഉണ്ടാകുകയില്ല. അതെല്ലാം വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സേവനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ കൂടി അധ്യാപകരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. ഈ 12ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാവുന്ന നിങ്ങൾക്ക് നമ്മുടെ പള്ളിയിൽ പരിശീലിപ്പിച്ച രീതി തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കയ്യടി കൊടുക്കാൻ സാധിക്കുമോ? ഏറ്റവും ആദ്യം നമുക്ക് അഭിജിത്ത് ഷാജൻ ഗുണ്ടിമാക്കൽ നല്ലൊരു കയ്യടി കൊടുക്കേ. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 ഡിക്സൺ ചെന്നൈ കിഴക്കത്താഴെ. ജോമൻ അനീഷ് ചാലിൽ. ജൂബി ജോസ് അരക്കപ്പറമ്പിൽ. ജസ്റ്റിൻ ജോബി കൊല്ലക്കാട്ടിൽ. ഡയാന വിൽസൺ കളത്തുരിക്കൽ. ദിയ മരിയ ഷൈജു പുരിയിടത്തിൽ. ഷിരിയ ബിജു പരിചിക്കൽ. എട്ട് കുട്ടികൾ. നിങ്ങളെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഇനിയും ഇടവകയോട് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഭാവിയിലേക്ക് എല്ലാ ആശംസകളും